എക്സാമിന് വരുന്ന കുറെ ക്വസ്റ്റൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ മിക്കതും പുതിയ ക്വസ്റ്റൻസുകളും നിങ്ങൾ കണ്ടിട്ടില്ലാത്തതൊക്കെയാണ്, പക്ഷെ എക്സാമിന് ഇതെല്ലാം വരുന്നതാണ്. ഇത് ഒക്കെ പഠിക്കാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ മാത്രം കുറെ പഠിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് മിക്കവാറും എക്സാമിന് കുറച്ച് എഴുതാൻ പറ്റും, ബാക്കി ഒന്നുമേ നമുക്ക് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല. പലതും ക്വസ്റ്റ്യൻ മനസ്സിലാവാറില്ല. അപ്പൊ നമ്മൾ അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റൻസുകളെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് മാക്സിമം നമ്മൾ തരുന്നത്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. +2ന്റെ ക്ലാസ് ഉണ്ട്, റെഗുലർ ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്. പിന്നെ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ള ക്ലാസ്സും ഉണ്ട്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇംപ്രൂവ്മെന്റ് ആകുമ്പോൾ മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നമ്മളിനി ഉള്ള കുറച്ച് മാസങ്ങളേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കുറേ ഉണ്ടെന്ന്, പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി വർക്കുണ്ട് മുന്നിൽ. കാരണം നിങ്ങൾക്ക് ഇനി പ്രാക്ടിക്കലൊക്കെ നടക്കാൻ പോവാണ്. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പൊ നമുക്കൊരു പാരലായിട്ട് എപ്പോഴും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുമ്പോൾ ഒന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും വീട്ടിൽ ചെന്ന് പിന്നെ പഠിക്കാനുള്ളൊരു വഴിയില്ലാതാവും. നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നായിരിക്കും ക്ലാസ് വരുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഒന്നിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, A = 1 2 3 and R = 1 1 1 3 3 3. അപ്പൊ നമുക്കൊരു A എന്ന സെറ്റ് ഉണ്ട്, R എന്ന് പറഞ്ഞൊരു റിലേഷൻ ഉണ്ട്. Which ordered pair added to R make a reflexive relation? എന്ന് പറഞ്ഞാൽ ഈ റിലേഷനുള്ളിൽ കുറച്ച് ഓർഡേഡ് പെയർ ഉണ്ടല്ലോ, ഇതിനുള്ളിൽ ഏത് ഓർഡേഡ് പെയറിനെ ആഡ് ചെയ്താലാണ് ഇതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആവുന്നത്. അപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സെറ്റ് തന്നിട്ട് അതൊരു റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ സെറ്റിനുള്ളിൽ 1 2 3 3 പേർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്നും അയാളിലോട്ടുള്ള റിലേഷൻ ഉണ്ടാവണം. അപ്പൊ ഇവിടെ 1 2 3 ഉണ്ടെങ്കിൽ അതിനുള്ളിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം. എങ്ങനെയാ? 1 1 വേണം, 2 2 വേണം, 3 3 വേണം. കാരണം 1 2 3 ആണ്. അപ്പൊ 1 2 3 4 ആണെങ്കിലോ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, 4 4 വേണം. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ നിങ്ങൾ നോക്കണം 1 1 ഉം 2 2 ഉം 3 3 ഇവിടെ ഉണ്ടോ എന്ന്. നിങ്ങൾ നോക്കുമ്പോൾ 1 1 ഉണ്ട്, 3 3 ഉണ്ട്, 2 2 ഇല്ല. എന്ന് പറഞ്ഞാൽ സെയിം എലമെന്റ് തമ്മിലുള്ള ഓർഡേഡ് പെയർ അവിടെ വേണം. അപ്പൊ 2 2 ഇല്ല. അപ്പൊ 2 2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ ആഡ് ചെയ്യേണ്ടത്. ഇതെന്താവാൻ? റിഫ്ലെക്സീവ് റിലേഷൻ ആവാൻ. ഓക്കെ, അപ്പൊ ഇയാളുടെ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആകണമെങ്കിൽ ഇതിനുള്ളിൽ ആഡ് ചെയ്യേണ്ട ഓർഡേഡ് പെയർ ആരാന്ന് ചോദിച്ചാൽ 2 2. ഈ ക്വസ്റ്റ്യൻ ഇനി പല രീതികളൊക്കെ ചോദിക്കും കേട്ടോ. ഇത് ഏത് ഓർഡേഡ് പെയർ ആഡ് ചെയ്താൽ ഇതൊരു സിമെട്രിക് ആവും, ട്രാൻസിറ്റീവ് ആവും, ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? വിടുക എന്നുള്ളതാണ്. പിന്നെ കുറച്ചേറെ നന്നായിട്ട് വർക്ക് ചെയ്തവർ മാത്രം എന്തെങ്കിലുമൊക്കെ ആൻസർ ചെയ്തു. മറ്റേക്ക് നമ്മൾ വായിച്ചങ്ങ് പോകും. കാരണം സമയം കളയാനില്ലല്ലോ, വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ വായിക്കാതെ പോവുകയും ചെയ്യും. ബാക്കി നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 1 1? ഈ താഴെ തന്നുള്ള ഇത്രയിനുള്ളിൽ ഏതാണ് 1 1 ഫംഗ്ഷൻ? അപ്പൊ അത് മറ്റൊരു പ്രശ്നം. 1 1 നോക്കിക്കേ, f(x) x². ഇതൊരു 1 1 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 1 1 അല്ല. അതിന്റെ കാരണം എന്താ? എക്സിന് നമ്മളിപ്പോൾ 2 കൊടുത്തു. 2 കൊടുത്താൽ ആൻസർ എത്ര ഇടുന്നത്? 2ന്റെ സ്ക്വയർ എത്ര? 4. -2 കൊടുത്താലും -2ന്റെ സ്ക്വയർ 4. അപ്പോൾ 2നും 4 കിട്ടി, -2നും 4 കിട്ടി. എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സുകൾക്ക് ആൻസർ സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ 1 1 അല്ല. 1 1 എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊന്ന്, വേറെ ആൾക്ക് വേറൊന്ന്, അടുത്ത ആൾക്ക് അടുത്ത ആള്, ഇങ്ങനെ ഡിഫറെന്റ് നമ്പേഴ്സുകൾക്ക് ഡിഫറെന്റ് ഇമേജസ് ആകുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ 1 1 ആകുന്നത്. ഓക്കെ, അപ്പൊ ഇയാൾ 1 1 അല്ല. sin x എന്ന് പറഞ്ഞാൽ പിന്നെ 1 1 അല്ല. നിങ്ങൾക്ക് അറിയാം അതിന്റെ ഗ്രാഫ് ഇങ്ങനെയാ പോകുന്നത് കേട്ടോ. അതിന് പല നമ്പേഴ്സുകൾക്ക് ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് അത് 1 1 അല്ല. മോഡുലസ് x 1 1 അല്ല. കാരണം എന്തുകൊണ്ടാ? x നമ്മൾ 2 കൊടുത്താലും 2 കിട്ടും, -2 കൊടുത്താലും 2 കിട്ടും. ശരിയല്ലേ? മോഡുലസ് ഉള്ളിൽ x-ന് 2 കൊടുത്തു, ആൻസർ 2 കിട്ടി. -2 കൊടുത്തു, ആൻസർ 2 കിട്ടി. പുറത്തോട്ട് വരുമ്പോൾ 2 അല്ലയോ? രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സുകൾക്ക് അവിടെയും ആൻസർ സെയിം ആവുന്നു. ഇപ്പൊ 3 കൊടുത്താൽ 3 കിട്ടും, -3 കൊടുത്താലും 3 കിട്ടും. അപ്പൊ അതൊക്കെയാണ് 1 1 അല്ലാത്ത. 1 1 എന്ന് പറഞ്ഞാൽ ഒരാളെ കൊടുത്താൽ ഒരാളെ കിട്ടി, വേറെ ആളെ കൊടുക്കുമ്പോൾ വേറെ ആൻസർ കിട്ടണം. ഓക്കെ, പക്ഷെ ഇവിടെ കിട്ടുന്നില്ല. 3 കൊടുത്താലും 3 കിട്ടും, -3 കൊടുത്താലും 3 കിട്ടും. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന് സെയിം ആൻസർ. അതുകൊണ്ട് f(x) ആണ് നമ്മൾ എന്ത് 1 1. അപ്പൊ ഇത് 1 1 അല്ല, ഇത് 1 1 അല്ല, ഇത് 1 1 അല്ല. f(x) അത് നമുക്കറിയാം, ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് കേട്ടോ. എന്ന് പറയാം x-ന് 1 കൊടുത്താൽ 1 കിട്ടും, 2 കൊടുത്താൽ 2 കിട്ടും, 3 കൊടുത്താൽ 3 കിട്ടും. അപ്പൊ ഡിഫറെന്റ് നമ്പേഴ്സുകൾക്ക് ഡിഫറെന്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വാല്യൂ ഓഫ് sin cos π/9. ഇതൊന്നും ആരും മിക്കവാറും ചെയ്യാറില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ വിടുക എന്നുള്ളതാ. നമുക്ക് ഇങ്ങനെ കുറെ ക്വസ്റ്റൻസുകളുണ്ട്. ആദ്യമേ ഇങ്ങനെ വിട്ടുപോകാൻ ധൈര്യത്തോടെ അങ്ങ് വിടാം, ചെയ്യാൻ കാര്യമില്ല എന്നുള്ളത്. ഇതൊക്കെ എക്സാം ചോദിക്കും. നമുക്കറിയാം sin ഇൻവേഴ്സ് sin x ഈക്വൽ എത്ര എന്നാണ്? x എന്നാണ് കേട്ടോ. sin ഇൻവേഴ്സ് sin x എന്ന് പറഞ്ഞാൽ x ആണ്.
പക്ഷെ അതപ്പോ സൈൻ വേഴ്സിനുള്ളിൽ സൈൻ വരണം. ഇവിടെ സൈൻ വേഴ്സിനുള്ളിൽ കോസാ. അപ്പൊ സൈൻ വേഴ്സിനുള്ളിൽ സൈൻ വന്നാൽ ഇവനെയും കൂടെ കളഞ്ഞ് അകത്തെ എക്സിനെ മാത്രം നമുക്ക് എഴുതാം. പക്ഷെ സൈൻ വേഴ്സിനുള്ളിൽ സൈൻ വന്നെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ കോസ് ആണ്. അപ്പൊ ഈ കോസിനെ എങ്ങനെയെങ്കിലും നമ്മൾ എന്താക്കണം? സൈൻ ആക്കണം. അതിന് നമ്മൾ തല വർക്ക് ചെയ്യണം. എങ്ങനെയാണ് കോസിനെ നമ്മൾ സൈനിന്റെ ടൈമിലോട്ട് മാറ്റുന്നത്? അതിന്റെ റിസൾട്ട് ശ്രദ്ധിക്കുക. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്നാണ് കേട്ടോ. കോസ് എക്സിനെ, കോസിൽ തുടങ്ങുന്ന ഒരാളെ നിങ്ങൾക്ക് സൈനിലോട്ട് എഴുതണമെങ്കിൽ എഴുതാം. എഴുതുമ്പോൾ സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് ഈ എക്സ്, കോസിനുള്ളിൽ കിടക്കുന്ന എക്സിനെ മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് കോസ് പൈ ബൈ 9. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്, ഈ കോസിനെ ഞാൻ എന്തിൽ തുടങ്ങാൻ പോവാണ്? സൈനിൽ തുടങ്ങാൻ പോവാണ് കേട്ടോ. കോസിനെ സൈനിൽ തുടങ്ങുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കിക്കോണം. ഈ കോസ് പൈ ബൈ 9 സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 9 എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് കോസിൽ കിടക്കുന്നതിന്റെ കോസ് പൈ ബൈ 9 ക്യാൻ ബി സൈൻ പൈ ബൈ 2 മൈനസ് പൈ ബൈ 9. നമ്മള് പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. സൈൻ 90 മൈനസ് എ കോസ് എ, ആ റിസൾട്ട് കേട്ടോ. അപ്പൊ കോസ് ഓഫ് പൈ ബൈ 9 ക്യാൻ ബി സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 9. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ. ഇവിടെ നമ്മൾ മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 9 into പൈ 9 പൈ ആണല്ലോ. ഇങ്ങനെ 9 പൈ മൈനസ് 2 into പൈ 2 പൈ ബൈ 2 into 9 18. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് എന്ത് കിട്ടും നോക്കിക്കുക എന്ന് പറഞ്ഞേ. 9 പൈ മൈനസ് 2 പൈ ബിക്കം 7 പൈ ബൈ 18. ഓക്കെ, ഇപ്പൊ ആൻസർ കിട്ടിയവനെ സൈൻ വേഴ്സ് ഉള്ളിൽ സൈൻ വന്നു, രണ്ടുകൂടെ കളഞ്ഞ് എന്തെന്ന് എഴുതാം? 7 പൈ ബൈ 18. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ, 7 പൈ ബൈ 18. അപ്പൊ പലരും ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ നമുക്ക് അറിയാൻ വയ്യാത്തോട്ട് വിടും. ഇത്രയൊക്കെ ഇവിടെ ചെയ്യാൻ, പക്ഷെ ഇങ്ങനെ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഓഫ് ഓൾ പോസിബിൾ മെട്രിസസ് ഓഫ് ഓർഡർ 3/3 വിച്ച് വിത്ത് എന്ത് ആരൊക്കെ 0 and 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3/3 മെട്രിക്സുകൾ എത്ര എണ്ണം എഴുതാം? 3/3 സ്ക്വയർ മെട്രിക്സുകളാണ്. ആരൊക്കെ ഉൾപ്പെടുത്തുകൊണ്ട്? 0 ഉം 1 ഉം ഉൾപ്പെടുത്തിക്കൊണ്ട് എത്ര 3/3 മെട്രിക്സുകളെ നിങ്ങൾക്ക് എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫോർമുല 2 ആണ്. ദാറ്റ് ഈസ് 2 into 3 കേട്ടോ. 2 0 ഉം 1 ഉം ഇല്ല, രണ്ടുപേർ 2 അതിന്റെ ഓർഡർ ആണ് ഈ പവറിൽ എഴുതുന്നത്. 3/3 എന്നുള്ള 3 into 3 ദാറ്റ് ഈസ് 2 9 എന്ന് പറഞ്ഞാൽ 9 തവണ ഇന്റു 2 into 2 into 2 into 2 അങ്ങനെ 9 തവണ എഴുതിയ ശേഷം ഇന്റു ചെയ്താൽ we get the answer is 512. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ. ഫൈൻഡ് x and y. x നെ y യെ കണ്ടുപിടിക്കണം. if a equal to 5x y 0, അപ്പൊ a തന്നിട്ടുണ്ട്. and a equal to a transpose, a equal to a transpose ആവുന്ന രീതിയിൽ കൂടെ x ഉം y ഉം ആരായിരിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? a ഉണ്ടല്ലോ മോനെ, ഇതും തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതുവരെ കൊണ്ട് തുടങ്ങാം. എ ഈക്വൽ ടു എത്രയാണ്? എ ട്രാൻസ്പോസ് ഇംപ്ലൈസ് എ എഴുതുക, ഈക്വൽ ഇട്ടിട്ട് എയുടെ ട്രാൻസ്പോസ് എഴുതുക. എ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ 5x y 0 എ എഴുതി. നെക്സ്റ്റ് എ ട്രാൻസ്പോസ്, ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ഫസ്റ്റ് റോ എടുത്തിട്ട് ഫസ്റ്റ് കോളം ആക്കണം, സെക്കൻഡ് റോ എടുത്തിട്ട് സെക്കൻഡ് കോളം ആക്കണം. ഓക്കെ, അപ്പൊ നോക്കി കിട്ടി. അപ്പൊ നോക്കിക്കേ, ഇത് എ ട്രാൻസ്പോസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ നോക്കിക്കേ, എന്താ കിട്ടുന്നത്? x ഈക്വൽ കണ്ടല്ലോ, x ഈക്വൽ ടു y കറസ്പോണ്ടിങ്. അപ്പൊ 5 ഈക്വൽ ടു 5, x ഈക്വൽ ടു y, y ഈക്വൽ ടു x, 0 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ x ഈക്വൽ എത്രയാണ്? y എന്ന് പറഞ്ഞാൽ നിങ്ങൾ x നും y ക്കും ഈക്വൽ നമ്പറുകളെ കൊടുത്താൽ മതി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ x ന് ഇപ്പൊ 2 എന്നാ കൊടുക്കുന്നെങ്കിൽ y ക്ക് ആരെ കൊടുക്കണം? 2 കൊടുക്കണം. അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ a ഈക്വൽ a ട്രാൻസ്പോസ് കാര്യം മനസ്സിലായല്ലോ. ഇതൊക്കെ എക്സാമിന് ഇങ്ങനെ പല രീതിയിൽ കൂടെ ചോദിക്കും കേട്ടോ. ഇത് കണ്ടോണ്ട് ഇത് മാത്രമൊന്നല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പുതിയ ക്വസ്റ്റ്യനെ ഒന്ന് കാണുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടല്ലോ. നെക്സ്റ്റ്, എ ഈസ് എ 2/2 മെട്രിക്സ് and determinant A equal to 5. Then what is determinant of adjoint A? അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഒരു 2/2 മെട്രിക്സ് ആണ്. ഓക്കെ, അതിന്റെ ഡിറ്റർമിനന്റ് 5 ആണ്. നമുക്ക് മെട്രിക്സ് എന്ന് അറിയത്തില്ല, അതിന്റെ ഡിറ്റർമിനന്റ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ, ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് എ ഹോൾ റൈസ് ടു n - 1 is the formula for finding determinant of adjoint A. മറന്നുപോലെ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്നുള്ള ഡിറ്റർമിനന്റ് ഹോൾ റൈസ് n - 1. ഡിറ്റർമിനന്റ് എ നമുക്ക് ഇവിടെ എത്രയാണെന്ന് അറിയാം? 5. അപ്പൊ ഈ n ആരാണ്? n എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. 2/2 ആണെങ്കിൽ 2.
3/3 ആണെങ്കിൽ 3. ഓക്കെ, ആ ഓർഡറിലെ നമ്പർ ആണ് n. അപ്പൊ ഇവിടെ n-1 എന്ന് പറഞ്ഞാൽ ആരാ? 2-1, that is 5/1. ആൻസർ ഈസ് ആരാണ്? 5. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ 2/2 മാറി 3/3 ആയെങ്കിൽ എങ്ങനെയായിരിക്കും? ഇവിടുത്തെ n-1 എന്നുള്ളത് n നിങ്ങൾ 3 കൊടുക്കണം. ഇത് 3/3 ആണെങ്കിൽ 3-1, അപ്പൊ 5/3-1 എത്ര വരും? 5/2. 5/2 എത്രയാണ്? 5² 25 ആൻസർ വന്നേനെ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റൻസുകളൊക്കെ ഇതൊക്കെ ചെറുത്. അപ്പൊ ഇവന്റെയൊക്കെ വലുതൊക്കെയാണ് നമ്മുടെ എക്സാമിന് വരുന്നത്. നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിലേതൊന്നും പോലും പലരും പകുതി പോലും പഠിച്ചിട്ടില്ല, എന്നിട്ടാണ് വലിയ ഫുൾ മാർക്ക് വാങ്ങാൻ പോകുന്നത്. എങ്ങനെ കിട്ടാനാ? അപ്പൊ നന്നായിട്ട് പണിയെടുത്തെങ്കിലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇനിയും വരും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ബൈ.